അപ്പൊ നമ്മള് പ്രകൃതിയുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ ഓയിലും അതുപോലെ ബേബി സ്കിൻ കെയർ ഓയിലും എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്യുന്നത്, അത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ പറയാൻ വേണ്ടിട്ട് ഒന്ന് ലൊക്കേഷൻ ചേഞ്ച് ആക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നിക്കാണ്. നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. നമ്മൾ അടുത്തുള്ള ഒരു തോടാണ്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ നല്ല സൂപ്പറാണ്. തെങ്ങാള്, പനകള്, കവുങ്ങാള്, തോട്ടിലൊക്കെ ഒരുപാട് മീനും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വരും. അപ്പൊ ഈ സ്കിൻ കെയർ ഓയിലും അതുപോലെ ബേബി സ്കിൻ കെയർ ഓയിലും ഹെയർ ഓയിൽ, താളി തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പൊ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടാത്ത ആൾക്കാർ നമ്മൾ ആമസോണിൽ ഒന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമ്മളെ പ്രോഡക്റ്റും കാര്യങ്ങളും ഉണ്ട്. അത് നമ്മുടെ പ്രകൃതിയുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ ഓയിൽ ഇതാണ് കേട്ടോ. സ്കിൻ കെയർ ഓയിൽ മാത്രമല്ല, നമുക്ക് ബേബി സ്കിൻ കെയർ ഓയിലും കൂടെ അവൈലബിൾ ആണ്. നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, കുട്ടികളുടെ കാര്യം കൂടെ നോക്കണ്ടേ. അതാണ് കേട്ടോ ബേബി സ്കിൻ കെയർ ഓയിൽ ഉള്ളത്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, നമുക്കിത് അഡൾട്ടിന് യൂസ് ചെയ്യാം, ഇത് ബേബീസിന് യൂസ് ചെയ്യാം. ഏത് ഏജ് മുതലാണെന്ന് പറഞ്ഞത്. ഇപ്പൊ ബേബി സ്കിൻ കെയർ ഓയിലിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇത് നമുക്ക് ന്യൂ ബോൺ ബേബി മുതൽ ഒരു 10 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇനി 10 വയസ്സിന് ശേഷം നല്ല പ്രശ്നങ്ങളുണ്ട്, ബോഡിക്ക് നല്ലപോലെ ഇത് റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിൻ കെയർ ഓയിൽ യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ 10 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്ക് സ്കിൻ കെയർ ഓയിലും 10 വയസ്സിന് മുന്നേ ഉള്ള ആൾക്കാർക്ക് നമുക്ക് ബേബി സ്കിൻ കെയർ ഓയിലും യൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് ഇത് തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. എത്ര ഏജ് ഉള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം എന്നുള്ള കാര്യം ഇതാണ് കേട്ടോ. പിന്നെ ബേബി സ്കിൻ കെയർ ഓയിലിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇതിൽ ക്യാരറ്റ്, തുളസി, തെച്ചി, ഉരുക്കോയിൽ, വൈറ്റ് സാൻഡൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും പറഞ്ഞുതരാൻ പറ്റില്ലല്ലോ. അപ്പോ പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യങ്ങളുള്ളൂ എന്ന് പറഞ്ഞ് ഇതും വെച്ചിട്ട് ഒരു ഓയിൽ മേക്ക് ചെയ്യാൻ നിൽക്കരുത്. വല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നാൽ നമ്മൾ ഉത്തരവാദികളല്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെതായ ഓരോ അളവും കാര്യങ്ങളും അതിൻ്റെതായ മരുന്നുകളും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാധനം പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ തെച്ചിപ്പൂവും തുളസിയൊക്കെ. ഈ തെച്ചിപ്പൂവ്, തുളസി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ബാക്ടീരിയ, ഫംഗസ് തുടങ്ങി അതുകൊണ്ടൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളില്ലേ, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ചൊറിച്ചില്, വെള്ളപ്പാടുകൾ പോലെ വരിക, അതേപോലെ ഒരു മുരിച്ചില് വരിക, ഇങ്ങനെ പേർന്ന് വരിക, അതായത് സ്കിന്നൊക്കെ ഇങ്ങനെ അടർന്നു പോകുന്ന പോലെയൊക്കെ നമുക്ക് തോന്നാറില്ലേ. അപ്പൊ അതൊക്കെ മാറി കിട്ടാൻ വേണ്ടി നല്ലപോലെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഈ തുളസി, തെച്ചിപ്പൂ. മാത്രമല്ല അതുപോലത്തെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ നമുക്കിത് നല്ല യൂസ്ഫുൾ ആവും. ഇനി ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, ഇത് രാത്രിയാണോ രാവിലെയാണോ ചോദിക്കുന്നതിന് എന്താ വെച്ചാൽ നമുക്കിത് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. രാത്രി കിടക്കുമ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ രാവിലെ കുളിക്കാൻ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം, കുളി കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യാം. നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചിരിക്കും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് എന്താന്ന് വെച്ചാൽ കുളി കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. ഇപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ അതായത് ബേബി സ്കിൻ കെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ബോഡി ഫുൾ ആയിട്ടാണല്ലോ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷം ആ ഭാഗത്ത് നല്ലപോലെ വെള്ളത്തിന് നനവൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അല്ലെങ്കിൽ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു 10 മിനിറ്റ് മുമ്പ് മേത്ത് മൊത്തം അതായത് ബോഡിയിൽ ഫുള്ള് അപ്ലൈ ചെയ്തതിന് ശേഷം 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അത് കഴുകിക്കളയാം. കഴുകുമ്പോൾ സോപ്പൊന്നും യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ മൈൽഡ് ആയിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യുക, അതുകൊണ്ട് പ്രശ്നമില്ല. അതായത് ഇപ്പൊ ബേബീസിനാണെങ്കിൽ ബേബി സോപ്പും കാര്യങ്ങളൊക്കെ മൈൽഡ് ആയിട്ടുള്ള സോപ്പാണ് അല്ലേ. അപ്പൊ നമുക്ക് അത് യൂസ് ചെയ്യാം. ഇനി അത് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാത്ത് പൗഡർ ഉണ്ട്, ബേബി ബാത്ത് പൗഡർ ഉണ്ട്. അത് നമ്മുടെ സ്കിന്നിന് നല്ല യൂസ്ഫുൾ ആണ്. കാരണം ചളി, അഴുക്കുകൾ പോകും, സ്കിന്നിന് നല്ല സോഫ്റ്റ് ആക്കും, അതുപോലെ നല്ല പ്രതിരോധ ശേഷി ഉണ്ടാവും കേട്ടോ നമുക്ക് അത് യൂസ് ചെയ്തെന്ന് പറഞ്ഞാല്. അതായത് നമ്മുടെ ഈ ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്കിന്നിലോട്ട് എൻ്റർ ആവുന്നത് കംപ്ലീറ്റ്ലി അത് ബ്ലോക്ക് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ സോപ്പ് യൂസ് ചെയ്യുന്നതിന് പകരം ബേബി ബാത്ത് പൗഡർ ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഞാൻ അതിന്റെ പിക്ചേഴ്സും കാര്യങ്ങളും ഇവിടെ കൊടുക്കാം. അപ്പോ ഇതാണ് കേട്ടോ നമ്മുടെ ബേബി ബാത്ത് പൗഡറിന്റെ സംഭവം പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്ത് നമുക്കത് വാഷ് ചെയ്ത് കളയാം, പറ്റേ ഉള്ളൂ. ഈ ബേബീസിന് ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു സ്ഥലത്തുണ്ട് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കൊണ്ടാണ് ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് പിന്നെ വാഷ് ഔട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ രാത്രി കിടക്കാൻ പോകുമ്പോൾ നമുക്ക് അത് തേക്കേണ്ട ആവശ്യമില്ല. ബേബീസിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഇത്ര കാര്യമുള്ളൂ. ഇനി അതേപോലെ നമ്മുടെ സ്കിൻ കെയർ ഓയിൽ നമ്മളെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷം മുഖം നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്കിൻ ഓയിൽ നമുക്ക് ഇതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ അത് വാഷ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മാത്രമല്ല ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്കിൻ കെയർ ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് സൺ ടാൻ റിമൂവ് ചെയ്യും, കരിവാളിപ്പ് അത് മാറിക്കിട്ടും. അതുപോലെ ഈ മുഖത്തുണ്ടാവുന്ന കുഴികളില്ലേ, അതായത് നമ്മൾ കുരു വന്നതിന് ശേഷം ഉണ്ടാവുന്ന പാടുകൾ അത് മാറാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും.
അതുപോലെ മുഖത്ത് കുഴികൾ മാറാന്, ഈ സൺ ടാൻ കൊണ്ടുള്ള പ്രശ്നങ്ങൾ മാറാനെന്ന് പറഞ്ഞല്ലോ. മാത്രല്ല ഈ പ്രസവ ശേഷം ഉണ്ടാവുന്ന സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവില്ലേ, അതൊക്കെ പോയി കിട്ടും. നമ്മൾ ഇത് അവിടെയൊക്കെ അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊക്കെ മാറി കിട്ടും, കംപ്ലീറ്റ്ലി മാറും. 100% ഉറപ്പാണ്. കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് വന്നിട്ടുള്ള 2-3 റിവ്യൂസും കാര്യങ്ങളും ഞാൻ അതിൻ്റെ ഒപ്പം കൊടുക്കാം, സ്ട്രെച്ച് മാർക്ക് മാറിയത്. അപ്പോൾ ഇതിന് ലാസ്റ്റ് കാണിച്ചു തരാം റിവ്യൂസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ നമ്മുടെ ഈ സ്കിൻ കെയർ ഓയിലിൽ ചേർക്കുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് കാട്ടുകത്തി, അതുപോലെ കുക്കുംബർ. ഈ കാട്ടുകത്തി എന്ന് പറയുന്ന സാധനം സെയിം പ്രോസസ് ആണ്. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ നമ്മളെ സ്കിന്നിൽ കയറി കഴിഞ്ഞാൽ അതിനൊക്കെ റിമൂവ് ചെയ്ത് എന്താ പറയാ, അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചൊറിച്ചില്, മുരിച്ചില്, പൊടിച്ചില് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിക്കളയും. അതുപോലെ നമ്മുടെ സ്കിൻ കെയർ ഓയിലിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ കാട്ടക്കത്തി, കുക്കുംബർ, അതുപോലെ ചെണ്ടുമല്ലി, വൈറ്റ് സാൻഡൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതിൽ കാട്ടകത്തി നല്ല അടിപൊളി സാധനമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആക്കാൻ സഹായിക്കും, വല്ല കരിവാളിപ്പ് ഉണ്ടെങ്കിൽ അത് മാറാൻ സഹായിക്കും, ഒക്കെ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ ഒരിക്കലും ഇതെന്ന് പറഞ്ഞിട്ട് കാട്ടകത്തി എവിടെന്നെങ്കിലും മേടിക്കാൻ കിട്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയി അപ്ലൈ ചെയ്ത് അതിന്റെ എട്ടിന്റെ പണിയും കിട്ടും നിങ്ങൾക്ക്. അപ്പൊ അത് ശ്രദ്ധിക്കാം. പിന്നെ കുക്കുംബറാണ്, അതിന്റെ യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നെ വൈറ്റ് സാൻഡൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. അപ്പൊ ഈ 2 ഓയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇത്ര ഉള്ളു. നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തതിനു ശേഷം നമ്മൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. അത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ മേലോട്ട്, അതായത് ഒരിക്കലും നമ്മളിപ്പോൾ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഫേസ് പാക്ക്, സ്ക്രബ് തുടങ്ങിയിട്ടുള്ള ഏത് കാര്യങ്ങളും നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് മേലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഒരിക്കലും താഴോട്ടാക്കരുത്. കാരണം നമ്മൾ സ്കിന്നൊക്കെ സാഗ് ചെയ്ത് ഒരുമാതിരി ഒരു ബോറായി മാറും. അപ്പൊ അതെന്തായാലും ശ്രദ്ധിക്കണം, നമ്മൾ മേലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. കണ്ണിന്റെ ഭാഗത്താക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല, ഈ പിരികം ഒഴിവാക്കുക, ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഫേസ് നല്ല ഗ്ലോ ആവണം അങ്ങനത്തെ ഒരു ചിന്ത കൊണ്ടാണ് നമ്മൾ ഇത് തേക്കുന്നത് എന്നുണ്ടെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് തേച്ചിട്ട് നമുക്ക് കിടക്കാം കേട്ടോ. ബാഡ് സ്മെല്ലോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ 2 ബോട്ടിൽസും വരുന്നത് 100 ml ബോട്ടിൽസ് ആണ്. അഫോർഡബിൾ റേറ്റ് ആണ്. മാത്രമല്ല നമുക്കിതൊരു 3-4 മാസം വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് എടുത്ത് അപ്ലൈ ചെയ്യേണ്ട, ഒരു 3-4 ഡ്രോപ്സ് എടുത്ത് അപ്ലൈ ചെയ്യുക. അതിന്റെ കറക്റ്റ് ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തത് അതായിരിക്കും ഇടാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ യൂസ് ചെയ്യുക. പ്രകൃതിയുടെ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും 100% നാച്ചുറലും അതുപോലെ തന്നെ ഓർഗാനിക്കും ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ ഇപ്പൊ ഇത് 2ഉം യൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. കുറേ ചെറുപ്പം മുതലേ ഉള്ളൊരു കഥയാണ് നഖത്ത്. ഞാൻ ഈ സ്കിൻ ഓയിൽ ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. ഇപ്പൊ നോക്കുമ്പോ ആ നഖത്തിന്റെ പാട് മുഖത്തില്ല, മാഞ്ഞു പോയി. ബെസ്റ്റാണ് സ്കിൻ ഓയിൽ കേട്ടോ, അടിപൊളിയാണ്. സ്ട്രെച്ച് മാർക്ക് കുറെ ഉള്ളതുകൊണ്ട് പോകാൻ കുറച്ച് പണി ഉണ്ടാവുമല്ലോ. അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ കുഞ്ഞിന്റെ ദേഹത്താണെങ്കിൽ പൊരിച്ചില് പോലെ ഉണ്ടായിരുന്നേ. അപ്പൊ ഇതിപ്പോ അവര് കുറെ ഉപയോഗിച്ചല്ലോ, കുറെ ബോട്ടിൽ വാങ്ങിച്ചല്ലോ, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് വീണ്ടും വേണമെന്ന് പറഞ്ഞാൽ അവരിപ്പോ UK പോയി. അപ്പൊ എന്റെ അടുത്ത് ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇതിപ്പോ പറഞ്ഞേക്കുന്നത്. അപ്പൊ നല്ല പ്രോഡക്റ്റാ. കുഞ്ഞിന്റെ ദേഹത്തുള്ള കയ്യിലും കാലിലും ദേഹത്തും എല്ലാം പൊരിച്ചില് പോലെ ഉണ്ടായിരുന്നു, അത് പോയി കേട്ടോ, നല്ലോണം മാറി. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ റിവ്യൂസ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ഈ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് വന്നിക്കണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഇതിന്റെ ഹൗ ടു അപ്ലൈ എന്നുള്ള ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ആ കാര്യങ്ങളും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ കൂടെ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ.